ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു സംശയം തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഡൗട്ടാണ് എൻ്റെ ബിസി സ്കെഡ്യൂൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ട്രാവലിംഗ് ലൈക്ക് മീറ്റിങ്സ് ആൻഡ് സ്കെഡ്യൂൾസ് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ ബിസി എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം തെറ്റിയിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഏതോ എലോൺ മസ്കുമായിട്ട് മീറ്റിങ്ങിന് പോകാനാണ് ഇന്ന്. പക്ഷേ അല്ല ഗൈസ്, ഈ ബ്ലേസേഴ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ഞാൻ എന്തോ വലിയ എംപയർ ഭരിക്കാനായിട്ട് പോവാണെന്ന്. അതുമല്ല, കുറേ കാലമായിട്ട് കെട്ടിപ്പൂട്ടി വെച്ച സാധനം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ പോപ്പലടിച്ചിരിക്കുന്നു. അതെടുത്തൊന്ന് കൊടഞ്ഞിടാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാണ്, വേറെ ഒന്നുമല്ല. രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നല്ലൊരു ഭാഗം അവിടെ തന്നെ തീർന്നു ഗൈസ്. അടുത്ത എൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകപ്പാടെ രണ്ട് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. സോ ഈ ഒരു കാര്യത്തിലോട്ടുള്ള എൻ്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് പാരലൽ യൂണിവേഴ്സിലോട്ട്. അവിടെ എനിക്ക് ആ ഒരു യാത്രയിൽ എനിക്ക് വല്ലാത്തൊരു ദൗത്യമുണ്ട്. കാരണം എൻ്റെ ക്വാണ്ടം ടിന്നിനെ മീറ്റ് ചെയ്യുക. പുള്ളിക്കാരത്തിയുടെ അവസ്ഥ ഈ ലോകത്ത് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞാനുണ്ട് ഇവിടെ മനസ്സിലാക്കാൻ, ഞാനേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുള്ളിക്കാരിനെ മീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റൂല. സോ ബാക്കിയുള്ള എൻ്റെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം മൊത്തം ഞാൻ പുള്ളിക്കാരത്തിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരിനെ മീറ്റ് ചെയ്ത് ഞങ്ങളൊന്ന് ചിയേഴ്സൊക്കെ പറഞ്ഞൊന്ന് വൈബ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഒരു സമയമാവും, ഒരു ദിവസം അങ്ങ് കടന്നു പോകും. അപ്പോൾ ബാലിശമായ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനോ ഒന്നിനും സമയം മാറ്റിവെക്കാനോ എൻ്റെ കയ്യിലുണ്ടായെന്ന് വരില്ല. ഈ യാത്രയ്ക്ക് എനിക്ക് ആകപ്പാട് ആവശ്യമുള്ളത് ഒരു ബെഡും ഒരു പുതപ്പും, ഇത് മാത്രമേ ആവശ്യം. ഇതൊന്നും ഞാൻ ചെയ്യുന്നത് ഒരു പട്ടിക്കുഞ്ഞു പോലും വിളിക്കാനില്ലാത്തത് കൊണ്ടോ എന്നെ അന്വേഷിക്കാനില്ലാത്തത് കൊണ്ടോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതല്ല, ഇതെൻ്റെ ദൗത്യമായത് കൊണ്ട് മാത്രമാണ്. ഞാൻ വളരെയധികം കൃതാർത്ഥയാണ്.